ഹായ് നോക്കൂ, നമ്മുടെ അനിയത്തിക്കുട്ടിയും അതുപോലെ ചേച്ചിയായ വിരുന്നുകാരിയും രണ്ടുപേരും സ്നേഹത്തോടെ ഇവിടെ ഇരിക്കുന്നു. അതുപോലെ നമ്മുടെ ലുട്ടു ഇതാ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനിയത്തിയും ചേച്ചിയും നല്ല സ്നേഹത്തോടെ, അതായത് അവളെ വാരി പിടിച്ചുകൊണ്ട് മാത്രമേ ഈ കുട്ടി നടക്കുകയുള്ളൂ കേട്ടോ. ഇവരെന്താണ് നോക്കണമെന്നറിയണ്ടേ? ഇതാ അവിടെ നോക്കിയേ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ലുട്ടു മായു ആണ് ടീം അവിടെ നിൽക്കുന്നത്. മായു എന്ത് ചെയ്യാൻ പോകണമെന്നറിയോ? പിടിച്ച് മേലോട്ട് കയറി പോകാൻ നോക്കുകയാണ്, അതിൻ്റെ മേൽഭാഗത്തേക്ക് കേട്ടോ. നല്ല പായൽ പിടിച്ച് കിടക്കുന്നത്, കൈ തെറ്റി താഴേക്ക് വീഴുന്ന ഒരു ഇടമാണ്. എന്തായാലും നോക്കാം ചെറുക്കൻ കയറി പോകുമെന്നുള്ള. ചെറുക്കൻ്റെ ആദ്യത്തെ ഒരു മുളക്കയറ്റം എന്ന് തന്നെ പറയാം. അവന്മാരുടെ വേലത്തരങ്ങൾ കണ്ടാണ് ഇവിടെ ചേച്ചിയും അനിയത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദാ ഒരാളിഞ്ഞ് താഴെ വീണിട്ടുണ്ട്. അങ്ങനെ അവിടെ നല്ല പായലാണ്. കുട്ടൂസ് കുറച്ച് താമസിച്ചാണ് ഇവിടുത്തെ വേലത്തരങ്ങൾ മനസ്സിലാക്കി പുള്ളിക്കാരൻ എത്തിയിട്ടുള്ളത് കേട്ടോ. മായു രാവിലെ തന്നെ ആ അതിരുമ്പുറത്ത് കയറിയിട്ടുണ്ട്. അങ്ങനെ കുട്ടൂസും കൂടെ വന്നിട്ടുണ്ട്. വേറെ പറയാൻ നമ്മുടെ രണ്ട് പിള്ളേരും ചേച്ചിയും അനിയത്തി വളരെ സൂക്ഷ്മയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അനിയത്തി മുറ്റത്തൊക്കെ ഇറങ്ങി എന്തൊക്കെയോ നുള്ളിപ്പറക്കാനുള്ള പരിപാടിയാണ്. അതോ ഇനി പിള്ളേരുടെ അടുത്തേക്ക് ചെല്ലാനാണെന്ന് അറിയില്ല, നോക്കണം. അങ്ങോട്ടാ ഓടി പോകുന്നത് കേട്ടോ. അനിയത്തി കുട്ടി രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങളെ വീട്ടിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ വളരെ പരിചയക്കുറവാണ്. അതുപോലെ പിള്ളേരായിട്ട് വളരെ കമ്പനിയൊന്നുമില്ല. അനിയത്തിക്കുട്ടി ഒറ്റയ്ക്കുള്ള കളിയും ചിന്തയാണ്. അതുപോലെ നമ്മുടെ പിള്ളേർ ആ മരത്തിൽ കയറിയിട്ടേ അങ്ങോട്ട് അടിച്ച് പൊളിക്കുകയാണ്. 3 പേരും. അതുപോലെ തന്നെ വിരുന്നുകാരനും കൂടെ കൂടിയിട്ടുണ്ട്. ആ മരത്തിൽ കാണിക്കുന്ന വേലകൾ കണ്ടോ? വിരുന്നുകാരൻ, ലുട്ടു, മായു, കുട്ടു, ഇവർ 3 പേരും അവിടെ അടിച്ച് പൊളിച്ച് കളിക്കുകയാണ്. ആ വലിയ മരം എന്ന് പറഞ്ഞാൽ വിരുന്നുകാരിയുടെയൊക്കെ ജീവനാണ് ആ മരം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അനിയത്തിക്കുട്ടി ഒറ്റ തിരിഞ്ഞ് ഒറ്റപ്പെട്ട് ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. അടുക്കളയ്ക്ക് വരാനുള്ള ഒരു ഭാവമാണ് കാണിക്കുന്നത് കേട്ടോ. അടുക്കളയുടെ അടുത്ത് വന്ന് ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിള്ളേരായിട്ടൊന്നും കളിക്കാൻ പോകാതെ വളരെ ആരെ ബുദ്ധിമുട്ടിക്കാതെയാണ് അവിടെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ രണ്ടാമത്തെ ദിവസം കേട്ടോ. പേടിക്കുന്ന കുഞ്ഞിൻ്റെ അടുത്തേ നമ്മുടെ പിള്ളേർ ചീറിപ്പാഞ്ഞ് ഓടിയൊക്കെ വരും. അവളങ്ങ് പേടിച്ചു പോകും കേട്ടോ. അങ്ങനെയുള്ള ചെറിയ ചെറിയ തമാശ കളികളൊക്കെ നമ്മുടെ പിള്ളേർ, അതും മായു ആണ് ഇതിൻ്റെ വില്ലൻ. അവനാണെങ്കിൽ ഇതുപോലെ ഓടിക്കൊണ്ടൊക്കെ വന്ന് പേടിയാക്കി കാണിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരുടെ അടുത്ത് ചെല്ലുകയും അവരെ കൂട്ടത്തിൽ വലുതായിട്ട് കൂടത്തില്ല. വിരുന്നുകാരിയുടെ വാലാണ് ഈ പിടിച്ച് കളിക്കുന്നത്. അവളാണെങ്കിൽ വളരെ സ്നേഹത്തോടെ കൊണ്ട് നടക്കുകയാണ് കേട്ടോ. അവളെങ്ങോട്ട് പോയാലും പേടിച്ചൊക്കെ നോക്കുകയും അവളെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന സുന്ദരി കുട്ടിയാണ് ഈ അനിയത്തി. മറ്റേ 3 പേരും അവിടെ ഇരിക്കുന്നുണ്ടോ, അവരാരും മൈൻഡ് ചെയ്യില്ല. കളിക്കാൻ ചെന്നാൽ ഈ പൊടി കൊച്ച് വളരെ അടുക്കത്തില്ല, അതുകൊണ്ട് അവർ മൈൻഡും ചെയ്യില്ല. അങ്ങനെ ചെറിയ ഇണക്കം കിട്ടി വരുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ ദിവസമാണ് ഇവരെ കൂട്ടത്തിൽ കൂടി ഇതുപോലെയൊക്കെ നിൽക്കുന്നത്. സന്തോഷമുള്ള കാര്യമാണ്. ഇന്നലെ വൈകിട്ടാണെങ്കിലോ 3 പിള്ളേരും കൂട്ടത്തിലാണ് ഇരുന്ന് ഉറങ്ങിയത്. അങ്ങനെ മാമി ചെന്ന് തലോടിയൊക്കെ വിട്ടു, ഒരു ചെറിയ ചീറ്റൽ കാണിച്ചു. പിന്നെ അങ്ങോട്ട് വളരെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെയൊക്കെ പോവുകയാണ്. എങ്ങനെയെങ്കിലും ഇണക്കെടുക്കണം. കണ്ടോ കുഞ്ഞിൻ്റെ പേടിയുണ്ടോ? വളരെ പേടിയാണ്. അതുപോലെ തന്നെ അവളടുത്ത് മാത്രം ഈ ഒരു പേടിയില്ല, ഒന്നുമില്ല. കൊച്ചുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ പേടിയാണ് ഈ സുന്ദരിക്ക്. എന്തായാലും വളരെ മോശപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എന്തായാലും അടിപൊളിയാക്കി എടുക്കും അവളെ. നല്ല സുന്ദരി മുത്തുക്കുട്ടിയാക്കി ഞങ്ങൾ കൊണ്ടുവരും. അവനെ നോക്കിയിട്ട് സ്നേഹം കാണിക്കുന്നുണ്ട്, അതുപോലെ പേടിയുണ്ട്. മായു ആണെങ്കിൽ എപ്പോഴും ചെന്ന് കൂടാനായിട്ട് ചെല്ലും കേട്ടോ. ആ പെൺകുഞ്ഞാണെങ്കിൽ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. പോയപ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ ദയനീയം കണ്ടോ? അവൻ നല്ല സ്നേഹമാണ് നമ്മുടെ 3 പിള്ളേർക്കും. ഉച്ചയ്ക്ക് ചോറും കഴിച്ചിട്ട് വെളിയിലുള്ള ഈ മരത്തിലാണ് കയറിയിരുന്ന് ഉറങ്ങുന്നത് കേട്ടോ. 2 ദിവസം കൊണ്ട് അങ്ങനെയാണ്. അങ്ങനെ വീട്ടിനകത്തിരുന്ന് ഉറങ്ങൂല. രാത്രിയാണെങ്കിൽ ഞങ്ങളെ കൂടെ ഇവിടെ വീട്ടിലാണ് ഉറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥകൾ പോകുന്നത്. എങ്ങനെയെങ്കിലും വീട്ടിനകത്ത് സ്ഥിരതാമസമാക്കി എടുക്കണം ഈ പൊടി സുന്ദരിയെ. അങ്ങനെ വളരെ വിഷമത്തോടെയാണ് ഞങ്ങളും അവളെ നോക്കിക്കാണുന്നത്. ഞങ്ങൾക്ക് സ്നേഹവുമുണ്ട് എന്ന വിഷമവുമുണ്ട്. എന്തു ചെയ്യാനാണ്? കുഞ്ഞ് ഒറ്റയ്ക്ക് ജീവിച്ചുള്ള പരിചയമാണല്ലോ, ആൾക്കാരായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം.